ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വിഷപ്പുക ശ്വസിപ്പിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇതോടുകൂടി ഈ മേഖലയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പുതിയൊരു സങ്കീർണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞതോടുകൂടി വലിയ വിവാദമായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടു. എന്താ അത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളാണ് ഏറെക്കുറെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. രണ്ട് കാരണം അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇറാൻ്റെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ വധിക്കുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റും ഇസ്രായേലിൻ്റെ പ്രസിഡന്റും തത്തുല്യമായ രീതിയിൽ പറഞ്ഞു. ഞങ്ങളുടെ കൺമുമ്പിലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ നേതാവ് ഉള്ളത്, ഞങ്ങളുടെ കാരുണ്യത്തിലാണ് അത് ജീവിക്കുന്നത്, അയാളെ വധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇതിന് മുൻപുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ വിഷപ്പുക ശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ ശ്രമം നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇതിന് ഗൗരവതലത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം രാഷ്ട്ര തലവന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വധിക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലേക്ക് ഈ യുദ്ധത്തിൻ്റെ സ്ഥിതിവിശേഷം എത്താൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് അതീവമായിരിക്കുന്ന ചർച്ചയാണ് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇസ്രായേലിനോട് ചോദിച്ചു.